കച്ചവടമില്ല, യാത്രാക്ലേശം, ഒപ്പം രൂക്ഷമായ പൊടിശല്യവും. 6 മാസത്തെ ദുരിത ജീവിതത്തിന് ഒടുവിൽ ശാപമോക്ഷം. സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. സ്മാർട്ട് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ 100% പൂർത്തിയായില്ലെങ്കിലും റോഡ് യാത്രായോഗ്യമാക്കി തുറന്നുകൊടുത്തത് നാട്ടുകാർക്കും വ്യാപാരികൾക്കും ആശ്വാസമായി. 6 മാസം അടഞ്ഞു കിടന്നുകൊണ്ട് കച്ചവടം ഇല്ലായിരുന്നു. ഇപ്പോൾ തുറന്നുകൊണ്ട് നല്ല രീതിയിൽ ഇനി കച്ചവടങ്ങളൊക്കെ മാറി വരണുള്ള ഒരു വിശ്വാസമുണ്ട് നമുക്ക്. നല്ല ബാധകമായിരുന്നു. പൊടിയും ഇടിയൊക്കെ പറന്നുകൊണ്ടുകൊണ്ട് ഒരേ പൊടിയും ഇടി ആയതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് കയറിയില്ല. ഇപ്പോൾ തുറന്നു വിട്ടപ്പോൾ എല്ലാ വണ്ടികളെല്ലാം സഹകരണമായി നല്ല രീതിയിലായി. ഇനി കച്ചവടങ്ങൾ അങ്ങോട്ട് മാറി വരും, അതിലൊരു വിശ്വാസമുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും വ്യാപാരി വ്യവസായ സമിതിയും നാട്ടുകാരും ചേർന്ന മധുരം വിളമ്പിയും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടും കൂടിയാണ് സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുത്തില്ല. റോഡ് തുറന്നതിന് വളരെ സന്തോഷമുണ്ട്. 4-5 മാസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. കച്ചവടം 4-1 കുറഞ്ഞ്. പിന്നെ പൊടിയുള്ള ഭയങ്കരമായിട്ട് പൊടി പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഭാവി എന്താണെന്നുള്ളത് ഇനിയാണ് അറിയുന്നത്. എന്താണ് പ്രശ്നം ഉണ്ടായിട്ടുള്ള പൊടിയുടെ ബുദ്ധിമുട്ട് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇനി അറിയാൻ പറ്റുള്ളൂ. എന്തായിരുന്നാലും ഇപ്പോൾ തുറന്നു തന്നതിന് ഭയങ്കര സന്തോഷമാണ്. മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന കച്ചവടം കിട്ടും, കുഴപ്പമില്ല. അന്ന് ഗതാഗത സൗകര്യമൊക്കെ ഇല്ലായിരുന്നുകൊണ്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടായത്. പിന്നെ ഭയങ്കരമായിട്ട് പൊടി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ സാധനങ്ങളൊക്കെ കുറേ കേടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നാലും തുറന്നതിൽ നല്ല സന്തോഷം. പണിയും തീർന്നിട്ടില്ലെങ്കിലും നമുക്ക് വണ്ടി ഓടാൻ സൗകര്യം കിട്ടിയനുസരിച്ച് കസ്റ്റമർ വരും, അങ്ങനെ പ്രതീക്ഷയുണ്ട്. റോഡ് പണി കാരണം കഴിഞ്ഞ 6 മാസമായി കടുത്ത പ്രതിസന്ധിയിലാണ് കച്ചവടക്കാർ. പൊടിശല്യം കാരണം കടകൾ അലങ്കോലമായി. ആളുകളും വരാതായതോടെ കച്ചവടവും പ്രതിസന്ധിയിലായി. എന്നാൽ റോഡ് തുറന്നതോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന വ്യാപാരികൾ പ്രത്യാശിക്കുന്നു. കഴിഞ്ഞ 6 മാസമായിട്ട് ഞങ്ങളുടെ ഈ റോഡ് അടഞ്ഞു കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ വലിയ ബുദ്ധിമുട്ട് ഞങ്ങളുടെ കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ജനങ്ങളെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം റോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വേണ്ടുന്ന തരത്തിൽ അത് ഓപ്പണിംഗ് ആയോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആയിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ ഇലക്ഷൻ്റെയൊക്കെ ഇതുകൊണ്ടാവണം പെട്ടെന്ന് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഓടയിലാണെങ്കിൽ ഒത്തിരി പേര് വീണിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കണം പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്തത്. ഇങ്ങനെ ഈ ഒരു കഴിഞ്ഞ 3-4 മാസം കൊണ്ട് അവർക്ക് ചെയ്യാൻ്റെ മാക്സിമം അവർ ചെയ്തിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് ഈ റോഡിനെ ആക്കിയെടുക്കാമായിരുന്നു. പക്ഷെ ഇതുവരെയ്ക്കും അങ്ങനെ ഒരു രീതിയിലോട്ട് ഇത് വന്നിട്ടില്ല. ഇനി വരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പഴയതുപോലെ ഞങ്ങൾക്ക് കച്ചവടമൊക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 6 മാസം നീണ്ട റോഡ് പണി കാരണം കച്ചവടം പ്രതിസന്ധിയിലായ MK ബുക്സ് ഉടമ മോഹൻകുമാർ 50% വിലക്കിഴിവ് നൽകിയാണ് പുസ്തകങ്ങൾ വിൽക്കുന്നത്. ബുക്ക് സ്റ്റാളിന് മുന്നിൽ പ്രദർശനത്തിന് വയ്ക്കുന്ന പുസ്തകങ്ങളും കടയ്ക്കുള്ളിലും പൊടി കയറി അലങ്കോലമായി. റോഡ് തുറന്നത് മോഹൻകുമാറിനും ആശ്വാസമായി. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തിലെ ഹൃദയഭാഗത്തുള്ള ഈ റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെ ജനറൽ ഹോസ്പിറ്റൽ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശംഖുമുഖം, എയർപോർട്ട് എല്ലായിടത്തൊക്കെ എളുപ്പത്തിൽ പോകാൻ പറ്റിയ റോഡാണ്. ഇതൊരു 6 മാസത്തോളമായി ഏതാണ്ട് താറുമാറായി കിടക്കുകയാണ്. ഏതായാലും പലരുടെയും സമ്മർദ്ദങ്ങളും പത്രത്തിലെ മാധ്യമങ്ങളിലെ എല്ലാം നിരന്തരമായ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ഈ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അതൊരു പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം റോഡിൻ്റെ തന്നെയാണെങ്കിലും പണി പൂർത്തിയായിട്ടില്ല. ഇനി ധാരാളം വർക്കുകൾ ഇവിടെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ സൈഡുകളിൽ ലൈറ്റുകൾ, അങ്ങനെ ധാരാളം പണി ചെയ്യാനുണ്ട്. എന്നാലും താൽക്കാലികമായിട്ടൊരു ആശ്വാസം കിട്ടി. കഴിഞ്ഞൊരു 6 മാസമായിട്ട് ഇവിടുത്തെ വ്യാപാരികളൊക്കെ വളരെ ദുഃഖത്തിലായിരുന്നു. കാരണം യാതൊരു ബിസിനസ്സും ഇല്ല. രാവിലെ വരിക, തുറക്കുക, വൈകിട്ട് തിരിച്ചു പോയതായിരുന്നു. കടങ്ങളും ബാധ്യതകളും എല്ലാം എല്ലാവർക്കും കൂടിയിരിക്കുകയാണ്. പിന്നെ പൊടിയുടെ ശല്യം. എൻ്റെ പുസ്തകശാലയായതുകൊണ്ട് പുസ്തകം മുഴുവൻ പൊടി പിടിച്ച് അരിച്ചിരിക്കുകയാണ്. ഇന്നിപ്പം ഞാൻ എല്ലാം കൂടെ 50% കൊടുക്കാനായിട്ട് ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ച് അതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരന്തരമായിട്ട് ഒരു 6 മാസം ഞങ്ങൾ വളരെയധികം സഹിച്ചു എന്ന് തന്നെ പറയും. ഇപ്പോൾ ഇത് ഏതായാലും മാറിക്കെട്ടി ബാക്കി ജോലികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ഭാഗമായി ആകെ 12 റോഡുകളുടെ പണിയാണ് നടക്കുന്നത്. ഇതിൽ 5 റോഡുകൾ ഗതാഗത യോഗ്യമാക്കി. സ്പെൻസർ AKG റോഡ്, VGT ഹാൾ, ഫ്ലൈ ഓവർ റോഡ്, കലാഭവൻ മണി റോഡ്, മാനവീയം വീതി, സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡ് എന്നിവയാണ് തുറന്നുകൊടുത്തത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിലവിൽ 80% പണികളും പൂർത്തിയായി. നടപ്പാത നിർമ്മാണം, ഇലക്ട്രിക് ചാർജിംഗ് വർക്കുകൾ, ഒരു കോട്ട് ടാറിംഗ് എന്നീ പ്രവർത്തനങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ഓർക്കാപ്പുറത്ത് വന്ന റോഡ് പണിയിൽ താളം തെറ്റിയ കച്ചവടം എങ്ങനെയും തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കച്ചവടക്കാരും.
സൂരജ് സുരേന്ദ്രൻ, ETV ഭാരത്, തിരുവനന്തപുരം.